ഹായ്, എല്ലാവർക്കും സോണീസ് വ്ളോഗിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് അടിപൊളി ചിക്കൻ മഞ്ചൂരിയൻ ആട്ടോ. അതിനായിട്ട് ആദ്യം നമുക്ക് ചിക്കൻ നന്നായി കഴുകി ഒരു അരമണിക്കൂർ വെള്ളം വാർന്നു പോകാനായിട്ട് വെക്കണം. ഇല്ലെങ്കിൽ നമ്മൾ ചിക്കൻ വറുക്കുന്ന നേരത്ത് അതിനകത്ത് ധാരാളം വെള്ളം ഉണ്ടാവും. അപ്പോൾ അത് ഒഴിവാക്കാനാണ് കേട്ടോ. ചിക്കനൊക്കെ ഞാൻ ഒരു മീഡിയം സൈസിലാണ് കട്ട് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്നുകൂടി ചെറുതായിട്ട് കട്ട് ചെയ്യാം. ഇനി നമുക്ക് ചിക്കനിലേക്ക് വേണ്ട മസാലകളൊക്കെ ചേർക്കാം. ആദ്യം തന്നെ ഇഞ്ചിയും വെളുത്തുള്ളി പച്ചമുളകിൻ്റെ പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. കോഴിമുട്ട ചേർത്ത് കൊടുക്കാം. കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. നാരങ്ങ നീര്, കോൺഫ്ലവർ ചേർക്കാം. കോൺഫ്ലവർ ചേർക്കണം നിർബന്ധമില്ല, നിങ്ങൾക്ക് മൈദ വേണമെങ്കിലും ചേർക്കാം. എനിക്ക് മൈദ ചേർക്കുന്നത് അത്ര ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ് കേട്ടോ കോൺഫ്ലവർ ചേർക്കണേ. ഇനി ഗരം മസാല പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. കാശ്മീരി മുളക് ചേർത്ത് കൊടുക്കാം. ചിക്കനൊക്കെ നല്ല കളർഫുള്ളായിട്ട് കിട്ടണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് കളറൊക്കെ ആഡ് ചെയ്യാം കേട്ടോ. ഇനി നമുക്കിതിലേക്ക് റെഡ് ചില്ലി സോസും ടൊമാറ്റോ സോസും സോയാ സോസും പാകത്തിന് ഉപ്പും കൂടെ ചേർത്ത് ഒരു അരമണിക്കൂർ നേരം ഫ്രിഡ്ജിൽ വെക്കാം. ഇനിയിപ്പോൾ അരമണിക്കൂറിൽ കൂടുതൽ നിങ്ങൾക്ക് വെക്കാൻ സാധിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ചിക്കന് നല്ല സോഫ്റ്റായിട്ട് കിട്ടും. നമുക്ക് എത്ര നേരം വയ്ക്കുന്നോ അത്രയും സോഫ്റ്റ് ആവും. ഇനി എണ്ണ ചൂടായി കഴിഞ്ഞാൽ നമുക്കതിനകത്തേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. സൺഫ്ലവർ ഓയിൽ ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ ചിക്കൻ സോഫ്റ്റായി കിട്ടും, നല്ല ടേസ്റ്റും ഉണ്ടാവും. വെളിച്ചെണ്ണയിൽ വറുക്കുമ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ നമ്മൾ വറുത്തെടുക്കുന്ന ആ സമയത്തൊക്കെ നല്ല സോഫ്റ്റായിട്ട് ചിക്കൻ ഇരിക്കും. കുറച്ച് സമയം കഴിഞ്ഞാൽ അത് ചെറുതായി ഹാർഡായിട്ടിരിക്കുന്ന പോലെ തോന്നും. അപ്പോൾ സൺഫ്ലവർ ഓയിലാണെങ്കിൽ നല്ല സോഫ്റ്റിൽ എപ്പോഴും അങ്ങനെ തന്നെ നമുക്കിരിക്കും. ഇത് ചിക്കൻ നമുക്ക് ഓരോ ബാച്ചായിട്ട് എല്ലാം വറുത്തെടുക്കാം. ഇനി ചിക്കനിലേക്ക് വേണ്ട വെജിറ്റബിളൊക്കെ നമുക്ക് കട്ട് ചെയ്ത് വയ്ക്കാം. സ്പ്രിംഗ് ഒണിയനും ക്യാപ്സിക്കും സബോളയാണ് ഇതിന് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. ഇത് നല്ല സ്ക്വയറായിട്ടാണ് കട്ട് ചെയ്യേണ്ടത്. ഞാൻ കട്ട് ചെയ്യുന്ന കണ്ടിട്ട് നിങ്ങൾ ഇത് സ്ക്വയറാണോ എന്ന് ചോദിക്കേണ്ട കേട്ടോ. എനിക്ക് സ്ക്വയറായിട്ട് കട്ട് ചെയ്യാൻ അത്ര വലിയ വശം പോരാ. ഇനി നമുക്കിതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും നല്ല കുഞ്ഞായിട്ട് അരിഞ്ഞു വയ്ക്കാം. ചിക്കൻ വറുത്ത എണ്ണയിൽ നിന്ന് ആവശ്യത്തിന് എണ്ണ എടുത്തിട്ടാണ് കേട്ടോ ഞാൻ ഈ വെജിറ്റബിളൊക്കെ വഴറ്റുന്നത്. ആദ്യം തന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് വഴറ്റിയെടുക്കാം. അതിനുശേഷം സബോളയും പച്ചമുളകും സ്പ്രിംഗ് ഓണിയനും ക്യാപ്സിക്കും കൂടി ഇതിനകത്ത് ചേർത്ത് കൊടുക്കാം. അധിക നേരം വഴറ്റേണ്ട ആവശ്യമില്ല കേട്ടോ, ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുത്താൽ മതി. ഇനി ഇതിലേക്ക് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. കാശ്മീരി മുളക് പൊടി ചേർക്കാം. റെഡ് ചില്ലി സോസും ടൊമാറ്റോ സോസും പാകത്തിന് ഉപ്പും കൂടെ ചേർത്ത് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് 1 ടീസ്പൂണ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. കറിക്ക് ഒരു തിക്നെസ് കിട്ടാനായിട്ട് കോൺഫ്ലവറിൽ അല്പം സോയാ സോസ് ചേർത്ത് വെള്ളത്തിൽ നല്ല കട്ട കെട്ടാതെ അതൊന്ന് കലക്കിയിട്ട് ഇതിനകത്തേക്ക് ചേർക്കാം. ഇനി ചൂടുവെള്ളം ചേർക്കാം. ഗ്രേവി നിങ്ങൾക്ക് എത്രമാത്രം വേണോ അതിനനുസരിച്ച് വെള്ളം ചേർക്കണം. ഇനി നമുക്കിതിലേക്ക് വറുത്ത് വെച്ച ചിക്കൻ ഇട്ട് കൊടുക്കാം. ഇനി നന്നായി യോജിപ്പിച്ച് കൊടുക്കാം. ഇത്രയും ആയിക്കഴിഞ്ഞാൽ നമ്മുടെ രുചികരമായ ചിക്കൻ മഞ്ചൂരിയൻ റെഡിയാണ്. ചിക്കൻ മഞ്ചൂരിയൻ നമുക്ക് ഫ്രൈഡ് റൈസിനൊപ്പവും ചപ്പാത്തിയുടെ ഒപ്പമൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു കോമ്പിനേഷനാണ്. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ എല്ലാവരും ദൈവാനുഗ്രഹത്തോടെ ഇരിക്കുക, സന്തോഷത്തോടെ ഇരിക്കുക. താങ്ക് യു.